എൻ്റെ പേര് ബിന്ദു. കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ എന്ന് പറഞ്ഞ മലയോര ഗ്രാമപ്രദേശത്താണ് എൻ്റെ സ്ഥലം. അച്ഛൻ, അമ്മ, 2 സഹോദരന്മാർ. ഇവരുടെയൊക്കെ ഒരു കുഞ്ഞി പെങ്ങളായിട്ട് വളർന്ന് പന്തലിച്ച ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ സ്പോർട്സിൽ താല്പര്യമുള്ളത് കൊണ്ട് സ്പോർട്സിൽ ഇറങ്ങി നല്ല രീതിയിൽ സന്തോഷമായിട്ട് സ്പോർട്സും കാര്യങ്ങളുമായിട്ടൊക്കെ കഴിയുന്നതിൻ്റെ ഇടയിൽ എങ്ങനെയൊക്കെയോ സംഭവിച്ചു, എന്തൊക്കെയോ സംഭവിച്ചു. ഇതിൻ്റെ ഇടയിൽ 19ാമത്തെ വയസ്സിൽ കല്യാണം, ഒരു മോളുണ്ട്. മോള് ഇപ്പം മോക്ക് 25 വയസ്സ് കഴിഞ്ഞ് 26ാമത്തെ വയസ്സാണ്. മോക്ക് 2 കൊച്ചുങ്ങളുണ്ട്. തേങ്ങ ചുട്ട് ചതച്ച ചിക്കൻ തോരനാണേ. ഇത് ലാലേട്ടൻ്റെ റെസിപ്പിയാണ്. പക്ഷെ അതിനകത്ത് എൻ്റെ കുറച്ച് പൊടിക്കൈകളും കൂടെയൊക്കെ ചേർത്ത് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ഓട്ടോ കിട്ടി. ഞാൻ ലൈബ്രറിയനായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂളിൽ ഡെയിലി വേസിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. യാദൃച്ഛികമായിട്ട് വന്നുപെട്ടതാണ് പാചകം എൻ്റെ കയ്യിൽ. പിന്നെ പാരമ്പര്യം ഉള്ളത് കൊണ്ടും എവിടെയൊക്കെയോ എൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കൊണ്ടും നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റി. കൊടുത്തെടുത്തൊക്കെ നല്ല അഭിപ്രായമായിരുന്നു. എങ്ങൊന്നും ഒരു ബാഡായിട്ടുള്ളൊരു അഭിപ്രായം വന്നിട്ടില്ല. അത്യാവശ്യം നല്ല രീതിയിൽ അച്ചാറുകളും കാറ്ററിങ്ങും ഒക്കെ നടത്തി വന്ന് ഇതിൻ്റെ ഇടയിലൊരു ഹോട്ടൽ നടത്തി. ഹോട്ടൽ എൻ്റെ അച്ഛനായിരുന്നു എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അച്ഛനുണ്ടായിരുന്നു. കുടുംബമായിട്ട് തന്നെയായിരുന്നു നടത്തിയത്. അമ്മ, അച്ഛൻ, അമ്മുമ്മ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ മോളുടെ വിവാഹം നടക്കുന്നു. ഇതിൻ്റെ ഇടയിൽ അച്ഛന് സുഖമില്ലാതാവുന്നു. അച്ഛൻ്റെ കാല് മുറിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. കൊറോണ സമയത്ത് കുറേ ബാധ്യതകളും മറ്റുമൊക്കെ എന്നെ പിടികൂടുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെ ബാധ്യത വരുമ്പോൾ നമ്മളെ ചേർത്ത് നിർത്തണം എന്നുള്ളവരാരും നമ്മളെ ചേർത്ത് നിർത്താതെ വന്നപ്പോൾ എൻ്റേതായ രീതിയിൽ ട്രിവാൻഡ്രത്തേക്ക് ഞാൻ ചട്ടിച്ചോറുമായിട്ട് ഇറങ്ങിയതാണ്. ആ ചട്ടിച്ചോറ് ഇവിടെ അങ്ങ് ക്ലിക്കായി. ചട്ടിച്ചോറിൽ നിന്ന് ടെക്നോ പാർക്കിലേക്ക് എനിക്കൊരു ചാൻസ് കിട്ടുന്നു. 4 വർഷം ടെക്നോ പാർക്കിൽ. അങ്ങനെ കൊല്ലം കടക്കൽക്കാരിയായ ഞാൻ തിരുവനന്തപുരത്തേക്ക് ചേക്കേറുകയാണ് ഉണ്ടായത്. 4 വർഷത്തെ ടെക്നോ പാർക്ക് ജീവിതം മടുത്തപ്പോഴത്തേക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ തുടങ്ങി. ഒരു 2 മാസമേ ആവുന്നുള്ളൂ ഈ തട്ട് തുടങ്ങിയിട്ട്. നല്ല ഫുഡാണ് കൊടുക്കുന്നത്. കഴിച്ചവരാരും അതിനകത്തൊരു മോശം അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നാൽ അതനുസരിച്ചുള്ള ബിസിനസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. തോരൻ കഴിച്ചിട്ടുണ്ട്, ചുട്ടരച്ച് കഴിച്ചിട്ടില്ല. ഇങ്ങനത്തെ തേങ്ങ ചുട്ടരച്ച് കഴിച്ചിട്ടില്ല. നമ്മുടെ ലാലേട്ടന്റെ റെസിപ്പിയാണ് കേട്ടോ. അതിനകത്ത് ഞാൻ കുറച്ച് എൻ്റെതായ കുറച്ച് പൊടിക്കൈയും കൂടെ ചേർത്ത് തന്നതാണ്. ചേച്ചിയുടെ ചിക്കൻ തോരൻ, ബീഫ് ഫ്രൈ അതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ അപ്പവും കിഴങ്ങറി. ചേച്ചി എല്ലാ ഫുഡും സൂപ്പറാണ് കേട്ടോ. കൈപ്പുണ്യമുള്ള ചേച്ചിയാണ്. അത് നമ്മൾ ചുമ്മുചുമ്പോട് വരണം അല്ലേ ചേച്ചി? നല്ല ചൂടപ്പം, അതോടൊപ്പം ബീഫ് ഫ്രൈ ഉണ്ട്. ലാലേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഐറ്റം തേങ്ങാക്കൊത്തിട്ട ചിക്കൻ തോരനുണ്ട്, പിന്നെ ചിക്കൻ പെരട്ടുണ്ട്, പിന്നെ ചിക്കൻ്റെ ഗ്രേവി കാര്യങ്ങൾ. അങ്ങനെ 2-3 തരം ഐറ്റങ്ങൾ എല്ലാ ദിവസവും ഉണ്ടാകും. നമുക്ക് എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റിയ സ്ത്രീയാണ് നമ്മുടെ ബിന്ദു എന്ന അമ്മ. കാരണം അമ്മ പല പല പ്രശ്നങ്ങളിൽ കൂടി കടന്നുപോയ സ്ത്രീയാണ്. പക്ഷെ അവിടെ ഒന്നും തളരാതെ, അതൊന്നും പുറത്തു പറയാതെ എല്ലാം മനസ്സിൽ വെച്ച് സധൈര്യം മുന്നോട്ട് പോവുകയാണ്. ബീഫ് മാത്രമല്ലേ ഉള്ളൂ? 100 രൂപ. തിരുവനന്തപുരം ഭാഗത്ത് വരുന്നവരുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ കഥ കിട്ടില്ല, കുറേ കഥയും പറയും. ഇങ്ങനെ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടാണ് ഭക്ഷണം വിളമ്പുക. നല്ല ചൂട് ഭക്ഷണം നല്ല സ്വാദോടെ കൂടെ കഴിക്കാം. അതായത് നമുക്കൊരു പോസിറ്റിവിറ്റി കിട്ടും എന്ന് ചുരുക്കി പറയാം. നമ്മുടെ അട്ടക്കുളങ്ങരയും ഇഞ്ചക്കലും റൂട്ടിലാണ് കട. അപ്പോൾ വന്നാൽ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തെ കട ഓപ്പണാവും. തൽക്കാലം ഞാൻ കഴിച്ചിട്ട് വിട്ടേക്കട്ടെ. വീണ്ടും സന്ധിക്കാം എവിടെ വെച്ചെങ്കിലും. ഇങ്ങനെയുള്ള കുറേ അമ്മമാരെ പരിചയപ്പെടുത്താൻ പറ്റുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ സന്തോഷം. കൂടെ നല്ല വയറ് നിറയെ ഭക്ഷണം. പിന്നെ എന്ത് വേണമല്ലേ? നല്ല മനുഷ്യന്മാരെ കാണാം, നല്ല ഭക്ഷണം കഴിക്കാം. ഇതൊക്കെയല്ലേ ജീവിതം. പോട്ടെ, ബൈ, സി യു. ശരി, ഓക്കെ. ഇടയ്ക്ക് ഇറങ്ങണം.